യൂറോപ്പിലെ നവീന ശിലായുഗത്തെക്കുറിച്ച് വിവരം നൽകുന്ന പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നാണ് സ്വിറ്റ്സർലൻഡിലെ തടാക ഗ്രാമങ്ങൾ. ആൽപ്സ് പർവ്വതനിരകൾക്ക് ചുറ്റുമുള്ള BC 5000 മുതൽ 1800 BCക്കും ഇടയിൽ നിർമ്മിക്കപ്പെട്ട ഇവ തടാകങ്ങൾ, നദികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ അരികത്ത് മരക്കുറ്റികൾക്ക് മുകളിലായാണ് ഇവരുടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടെയുള്ള വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാനായാണ് ഇവർ ഇങ്ങനെ ഒരു നിർമ്മിതിയിലേക്ക് കടന്നത്. കാലക്രമേണ തടാകങ്ങളുടെ വലിപ്പം വർദ്ധിച്ചതിനാൽ യഥാർത്ഥ വീടുകളിൽ പലതും വെള്ളത്തിന് മധ്യഭാഗത്തായാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിൽ സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രിയ, സ്ലോവേനിയ എന്നിവിടങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 111 സ്ഥലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയോലിത്തിക് കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചും അവരുടെ സമൂഹങ്ങൾ പരിസ്ഥിതിയുമായി ഇടപഴകിയ രീതികളെക്കുറിച്ചുമുള്ള അറിവുകൾ ഇവിടുത്തെ ചില സ്ഥലങ്ങളിൽ നടത്തിയ ഖനനങ്ങളിൽ നിന്നും തെളിവായി ലഭിച്ചിട്ടുണ്ട്. മരക്കൊമ്പുകൾ കൂട്ടിക്കെട്ടി അതിൻ്റെ ഒരറ്റം ചെടിയിൽ താഴ്ത്തി കല്ലുകൾ ചുറ്റിനുമിട്ട് അതിൻ്റെ പുറത്ത് മരക്കൊമ്പുകളും ചില്ലകളും വിരിച്ച് അടിത്തറ പാകുന്നു. അതിനു പുറത്തായി മൃഗത്തോലും കളിമണ്ണും ഉപയോഗിച്ച് 1-2 മുറികളുള്ള ചതുരാകൃതിയിലുള്ള കുടിലുകൾ നിർമ്മിച്ചിരിക്കുന്നു. തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാനായി തറയിൽ ചെളിയും തേച്ചു പിടിപ്പിച്ചിരിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, കന്നുകാലികളെയും ഇവർ ഈ സ്ഥലത്ത് തന്നെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ രസകരവും ബുദ്ധിപരവുമായ പ്രാചീന മനുഷ്യൻ്റെ ജീവിത രീതികളെപ്പറ്റി കൂടുതലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.